ഹായ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഡാൻഡ്രഫ് അഥവാ തലയിലെ താരൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലേ? ഇതിനേക്കാൾ കൂടുതൽ എല്ലാവരും കൺസേൺ ആയിട്ടുള്ള കാര്യം, ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പല ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്തിട്ടും സ്റ്റിൽ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്. നിങ്ങളെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു ബോട്ടിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്ത് കളയാമെന്നാണോ? ഡാൻഡ്രഫിന് കാരണമായിട്ടുള്ളത് നമ്മുടെ സ്കാൽപ്പിൽ നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഈസ്റ്റ് ആണ്. ഇത് സംടൈംസ് ഓവർഗ്രോ ആവുന്ന സമയത്താണ് നമ്മുടെ സ്കാൽപ്പിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ട്രിഗർ ആവുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഇച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും. സോ ആസ് എ ഫാർമസിസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ കറക്റ്റായിട്ട് നിർദ്ദേശിച്ച പ്രകാരം കറക്റ്റായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് മിനിമം 3 to 5 minutes എങ്കിലും അത് സ്കാൽപ്പിൽ ലീവ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക. ആൻഡ് ഡാൻഡ്രഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ വീക്ക്ലി വൺസ് വെച്ചിട്ട് ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് യൂസ് ചെയ്തതിന് ശേഷവും പ്രോബ്ലം സിവിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം.